ഹായ് ഗായ്സ്, അപ്പം ഞാൻ വന്നിട്ടുള്ള ഒരു കല്യാണത്തിന് പോയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. പെരും മഴയത്തൊരു കല്യാണം എങ്ങനെയുണ്ട്. അങ്ങനെ വൈകുന്നേരത്തായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്, റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഭയങ്കര മഴയാണ്, പുറത്തൊക്കെ നല്ല മഴയാണ്. ഞങ്ങൾ ഇറങ്ങുന്ന സമയം നോക്കിയത് നല്ല പെരുമഴയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി. അങ്ങനെ കല്യാണം അടുത്ത് തന്നെ ആയിരുന്നു, കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും പോകാനില്ല, എന്നാലും വണ്ടിയിൽ തന്നെ പോകണം. അപ്പോൾ കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ. പിന്നെ ഇതാ എല്ലാവരും വണ്ടിയിലുണ്ട്. ഇതാ പാത്തു ഇതാ എന്തിനോ തെറ്റിയിട്ട് കുത്തിരിക്കുകയാണ്, വീഡിയോ എടുക്കാൻ നിന്ന് തരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ഗമ. പിന്നെ തൊയ്ബ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ മോനിതാ, പിന്നെ ഇതാ ഐഷുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ, ഉമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇതാ മഴക്ക് ചെറിയൊരു തോർച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇത് ഞങ്ങൾ ടൗൺ ഏരിയയാണ് കേട്ടോ, ഞങ്ങൾ ഓങ്ങല്ലൂർ എന്നൊക്കെ പറയും, ഞങ്ങൾ ടൗൺ ഏരിയയാണ് ഇത്. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മണ്ഡപമൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ, എല്ലാവരും വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഞാൻ ഗ്ലാസ് കയറ്റിയോണ്ടാണ് വീഡിയോയിൽ ശരിക്കും കാണാത്തത്. പുറത്ത് നല്ല മഴ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, കുട്ടികളൊക്കെ ചെറുതായിട്ട് നനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പിന്നെ പോയത് വെൽക്കം ഡ്രിങ്ക് കുടിക്കാനാണ്, നമുക്ക് പിന്നെ ആദ്യം വേണ്ടത് അതാണല്ലോ. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ അതാ മുന്തിരി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അതാണ് കേട്ടോ എടുത്തത്. പക്ഷേ അതിൻ്റെ പാത്തൂന് വേണം പറഞ്ഞിട്ട് അവൾ വേഗം എൻ്റെ നിന്ന് വാങ്ങി. അങ്ങനെ അതാ അവൾക്ക് കൊടുത്തു. പിന്നെ നമ്മൾ മക്കൾക്കാണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വേഗം നോക്കി നോക്കുമ്പോൾ പിന്നെ അവളുടെ വാട്ടർമെലൺ ജ്യൂസാണ് പിന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ എല്ലാവരും കാണുകയൊക്കെ ചെയ്തു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഫുഡ് സെക്ഷനിലേക്കാണ് പോയത്. അവിടെ അത്യാവശ്യം ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ, എന്നാലും കുറച്ച് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നു. ആദ്യം കുട്ടികൾക്ക് റെഡിയാക്കണമല്ലോ സീറ്റൊക്കെ, അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഇരുത്തി കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് ഉണ്ടായിരുന്നു, റൈസിൻ്റെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പം, പൊറോട്ട, നെയ്പ്പത്തിൽ, പിന്നെ ചിക്കൻ്റെ പല ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല ഫുഡുകളും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെടുത്തത് ആദ്യം വെള്ളപ്പമായിരുന്നു, പിന്നെ അതിലേക്ക് ചിക്കൻ്റെ ഒരു കറി, പിന്നെ ചിക്കൻ്റെ തന്നെ വേറെന്തൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അതും കൂടിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ വെള്ളപ്പം കഴിക്കൽ കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് റൈസ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ. അങ്ങനെ കുറച്ച് റൈസ് ഇട്ട് നോക്കിയതാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡെല്ലാം കഴിക്കൽ കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നപ്പോഴാണ് ഒരാൾക്കൂട്ടം കണ്ടത്. പോയി നോക്കിക്കുമ്പോൾ ഐസ്ക്രീം ഇല്ലാതെ എന്തൊരു കല്യാണമല്ലേ. അങ്ങനെ അതിൽ നിന്നൊരു ഐസ്ക്രീം എടുത്ത് കഴിച്ചു. സ്ട്രോബെറി ഉണ്ടായിരുന്നു, വാനില ഉണ്ടായിരുന്നു. ഞാൻ എടുത്തത് സ്ട്രോബെറിയാണ് കേട്ടോ. പിന്നെ പുറത്ത് നിന്നിട്ടാണ് കഴിച്ചത്. കണ്ടില്ലേ, മഴയൊക്കെ ഭയങ്കര ചോർച്ചുണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്ത് നോക്കി നോക്കുമ്പോൾ അവിടെ പായസം കൊടുക്കണോ. അങ്ങനെ അതിൽ നിന്നൊരു പായസം എടുത്ത് കുടിച്ച് നോക്കി. പരിപ്പ് പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഹാളിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ പാത്തുമാൻ്റെ ഐശ്വര്യനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കല്യാണ പരിപാടി ഇവിടെ അടിപൊളിയായി നടക്കുന്നുണ്ട്, നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.